നബി തങ്ങൾ പറയുന്നുണ്ട്, അർഹതയില്ലാത്ത ആളുകൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ നീ ഖിയാമത്ത് പ്രതീക്ഷിക്കണം. അത് അമാനത്ത് നഷ്ടപ്പെടുന്ന കാലമാണ്. എപ്പോഴാണ് ഖിയാമത്ത് വെച്ച് നബിയോട് സഹാബി, എപ്പോഴാണ് ഖിയാമത്ത്? നബി ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ എന്താ നബി ഇത് പറയാത്തത്? അപ്പം ചില സഹാബി പറഞ്ഞു നബി കേട്ടിട്ടില്ല ഞാൻ ചോദിച്ചത്. ചിലർ പറഞ്ഞു അല്ല കേട്ടിട്ടുണ്ട്, ഒരു പക്ഷേ ചോദ്യം നബിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും പറയാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എവിടെയാ ചോദിച്ചാൾ? നേരത്തെ ചോദ്യം ചോദിച്ചാൽ എവിടെയെന്ന് ചോദിച്ചു. നബി ഞാൻ ഇവിടെ ഉണ്ട്, ചോദിച്ചാൽ പോയിട്ടില്ല. അപ്പം നബി തങ്ങൾ പറഞ്ഞു, അമാനത്ത് പാഴായിക്കഴിഞ്ഞാൽ നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ. അപ്പം അദ്ദേഹം ഉടനെ ഒരു ഉപചോദ്യം ചോദിച്ചു, കൈഫ ഇളാഅത്തുഹാ യാ റസൂലല്ലാഹ്, നബി എങ്ങനെയാണ് അമാനത്ത് പാഴാവുക, എന്താണ് അതിൻ്റെ ഒരു അടയാളം? അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇലാ ഉസ്രിത്തിൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ ഫന്തമിസ് സാഅ, കാര്യങ്ങൾ അർഹതപ്പെട്ടവർക്കല്ലാതെ ഏൽപ്പിക്കപ്പെട്ടാൽ, കാര്യങ്ങളുടെ നേതൃത്വം, കാര്യങ്ങളുടെ കൈകാര്യകർത്തൃത്വം അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളായി വരുന്ന അവസ്ഥ വന്നാൽ അന്ന് നീ പ്രതീക്ഷിച്ചോ ഖിയാമത്തിനെ. അതാണ് അമാനത്ത് പാഴാകുന്നതായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഒരു അടയാളം. അതായത് അറിവില്ലാത്തവർ അറിവുള്ളവരെ പോലെ അഭിനയിക്കുക, അതേപോലെ അറിവുള്ളവർ നിലനിൽക്കുക, അറിവില്ലാത്തവർ ഓരോക്കാളും മേലേക്ക് വരിക. ഇതൊക്കെയാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. അർഹത ഉള്ളവർ ഓല് എവിടെയും തടയപ്പെടും, അവരെവിടെയും അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നില്ല, ഒരാൾക്കും വേണ്ട. എന്നാൽ അതിനേക്കാളും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വിവരമില്ലാത്ത മനുഷ്യന്മാരെ മറ്റു പല പരിഗണനയും വെച്ചുകൊണ്ട് അവർ വരും എല്ലാത്തിൻ്റെയും മുമ്പ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്തിൻ്റെ അടയാളമാണ് ജഹ്ല് വ്യാപകമാകും, അറിവ് ഉയർത്തപ്പെടും, അറിവ് ഉയർത്തപ്പെടും, അറിവില്ലായ്മ വ്യാപകമായി വരും. അങ്ങനെ ഹത്തായാലും യബ്ഖ ആലിമുൻ, ഒരു ആലിമും ബാക്കിയില്ലാത്ത അവസ്ഥയ്ക്ക് സമൂഹം എത്തും. ആരുമില്ല, ആലിം എന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ ജാഹിലീങ്ങളെ പിടിച്ച് നേതാക്കളായി സ്വീകരിക്കും. ഫസുഇലു, എന്നാൽ അവരോടാണ് പിന്നെ ആളുകൾ പോയി ചോദിക്കുക. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ഒരു അറിവുമില്ലാതെ അവർ ഫത്വ നൽകും. ഫളല്ലു വഅദല്ലു, ആ ഫത്വ നൽകുക വഴി അവർ പിഴച്ചു പോകും, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. ഏതാണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മളൊക്കെ